ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ദർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധാരാളം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസുകളൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകളെ എല്ലാം സ്വീകരിക്കുന്നു. പക്ഷേ ഫൈസൽ അഹ്സനി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊന്നും മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ ചിഹ്നങ്ങളല്ല. മനസ്സിലാക്കണം ഫൈസൽ അഹ്സനി. ഇവിടെ ഹബീബ് എന്ന് നിരുപാധികം പ്രയോഗിക്കുന്നതല്ല പ്രശ്നം. മറിച്ച് സൂഫികൾ പിൽക്കാലത്തെ ഹബീബുന എന്ന് ഒരു മതചിഹ്നമായി ഷിആറായി കൊണ്ട് നടക്കുന്നുണ്ട്. അതിനെയാണ് ആ സലഫി പണ്ഡിതൻ എതിർത്തത്. അതാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും, അതായത് ഇപ്പൊ സയ്യിദ് അതേപോലുള്ള പദപ്രയോഗങ്ങൾ, അതൊന്നും ദീനിന്റെ ചിഹ്നങ്ങളല്ല. വദാലിക ഖൗലുഹും റസൂലുള്ളാഹി വ നബിയുള്ളാഹ്. മുസ്ലിമീങ്ങളുടെ ദീനിന്റെ ചിഹ്നം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹ് എന്നും നബിയുള്ളാഹ് എന്നും ഒക്കെയാണ്. വിഷയങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പൊ മതചിഹ്നമായി ഇത്തരം പദപ്രയോഗങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ എതിർപ്പ്. അങ്ങനെയുള്ള ഒരു മതചിഹ്നമായ നിലക്ക് ഹബീബ്, ഹബീബുന എന്ന പദപ്രയോഗം സഹാബിമാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊരു മതചിഹ്നമായി പിൽക്കാലത്ത് സൂഫികൾ കൊണ്ടുവന്നതാണ്. അതിനെയാണ് സലഫി പണ്ഡിതൻ എതിർത്തത്. മനസ്സിലായോ? ആശയം തെറ്റുണ്ടോ? ഹബീബിന്റെ ആശയം തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ആശയം തന്നെയാണ്. സയ്യിദിന്റെ ആശയം തെറ്റുണ്ടോ? മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ആശയം തന്നെയാണ്. അതേപോലെ തന്നെ ഖൈറന എന്ന ആശയം തെറ്റുണ്ടോ? ഒരിക്കലും തെറ്റില്ല. പക്ഷേ അതൊരു ഷിആറായി കൊണ്ട് നടക്കാൻ പാടില്ല. ഷിആറായി കൊണ്ട് നടക്കുന്നത് റസൂലുള്ളാഹ്, നബിയുള്ളാഹ് എന്നതിനേക്കാൾ അതിനെയൊക്കെ ഷിആറായി സ്വീകരിക്കുന്നത് ജീവിതകാലത്ത് തന്നെ എതിർത്തു. അക്കൂട്ടത്തിൽ പിൽക്കാലഘട്ടത്തിൽ സൂഫികൾ ഷിആറായി, അവരുടെ മതചിഹ്നമായി, അവരുടെ ആദർശ ചിഹ്നമായി, അവരുടെ പ്രയോഗമായി, സ്ഥിരം പ്രയോഗമായി കൊണ്ട് നടക്കുന്നതാണ് ഹബീബുന എന്നത്. അതിനെ ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അതാണ് ഇവിടെ എതിർക്കുന്നത്.